പൊട്ടത്തേക്കായിട്ടാണ് തളിക്കുന്നത്. ഒച്ചിണ്ടാക്കല പുഷേ. എന്ത് ചേച്ചിയോടെ പുഷേ? എന്താണ് ചേച്ചി അപ്പൂച്ചിന്റെ? അപ്പൂച്ചിന്റെ അമ്മയുടെ അമ്മയുടെ കൊച്ചു പൊട്ടറ്റ പോയി കൊച്ചിന്റെ പൊട്ടറ്റ തോത്തടി. ഇന്ന് നമ്മുടെ ഈവനിങ്ങിലെ കൊച്ചു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആട്ടാ. വൈകിട്ട് പിള്ളേർക്ക് പൊട്ടറ്റോ സ്മൈൽ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ഞങ്ങൾ പൊട്ടറ്റോ പിടിച്ച് നിൽപ്പുണ്ടായിരുന്നത്. ഞാനതിന് 2 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴുണ്ടല്ല വലിയ ആളായിട്ട് ഞാൻ തന്നെ കുക്കർ അടയ്ക്കാമെന്നും പറഞ്ഞ ഒരുത്തന്നെ ഇരിപ്പാട്ടാ. എന്തോരം ചോദിച്ചിട്ടും തന്നില്ല. വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ തന്നെ അടയ്ക്കുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അയ്യോ അമ്മ ഒരു സാധനം കാണിച്ചാ പൂച്ചിനെ ബാ. അപ്പൂച്ചി പിണക്കാണോ? അപ്പൂച്ചി പിണങ്ങല്ല കേട്ടാ. അപ്പൂച്ചി പിണക്കായി ഗൈസ്. കുക്കർ അപ്പൂച്ചിനെ തന്നെ അടയ്ക്കണമെന്ന്. അപ്പൂച്ചി പിണങ്ങി. അപ്പൂച്ചിക്ക് അറിയാണോ? അമ്മയ്ക്ക് ഒരു ഉമ്മരോ അപ്പൂച്ചേ? ഒരു ഉമ്മരോ? ഉമ്മട്ടോ അപ്പൂച്ചേ? അപ്പൂച്ചിനെ എന്നോട് ചേർക്കില്ലല്ലോ. തരോ? അങ്ങനെ ഒരു വിധത്തിൽ തല്ലിട്ട് ഞാൻ അപ്പൂസിൻ്റെ കയ്യിൽ നിന്ന് കുക്കർ പിടിച്ച് വാങ്ങി. എന്നിട്ട് ഞാൻ പൊട്ടറ്റോ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ തനുവിനെ അപ്പൂസിനെയും കളിക്കാനായിട്ട് ഹോളിലേക്ക് പറഞ്ഞു വിട്ടു. ഇവൻ ഇങ്ങനെ കളിച്ചാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും പണി അടുക്കളയിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ. വാശി പിടിച്ചു കഴിഞ്ഞാൽ അവനെടുക്കാൻ പറഞ്ഞ് നമ്മൾ അവനെടുത്തുകൊണ്ട് പണിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പം ഞാൻ ഈ പൊട്ടറ്റോ വേവണ സമയത്ത് ഇവർ എന്തിട്ട് എടുക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഹാളിലേക്ക് വന്ന് നോക്കിയിട്ട് അപ്പം രണ്ടുപേരും നല്ല കളിയിലാണ്. ടീച്ചറും കുട്ടിയും അമ്മയൊക്കെ ആയിട്ടാണ് കളിക്കണേട്ടാ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ടീച്ചറും കുട്ടിയായിട്ട് കളിച്ചതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. രണ്ടുപേരും നല്ല കളിയിലാണ്. പിള്ളേരുടെ കളി കണ്ട് നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്കൊരു കളർ കിട്ടണമെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലേവറിനായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ മുളക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല, പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം കൊണ്ട്. അത് ഞാൻ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തു.
എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ച് ഉണ്ടയായിട്ട് എടുത്തുവിട്ട. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ അടുക്കളയുടെ സ്ലാബ് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം ചപ്പാത്തി കോല് വെച്ച് ഒന്ന് പരത്തി കൊടുത്തു. ഇനി നമുക്കതിനെ റൗണ്ട് ഷേപ്പിൽ കിട്ടണം. അതിനായിട്ട് ഞാൻ എടുത്തത് ഒരു കുപ്പിയുടെ അടപ്പാട്ട. അത് വെച്ചിട്ട് ഞാനൊന്ന് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കുത്തി കൊടുത്തു. ഇനി നമുക്കതിന് കണ്ണും വായും വരച്ചു കൊടുക്കണം. ആ സമയത്ത് തനു അടുക്കളയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തനു പറഞ്ഞു, അമ്മേ എനിക്ക് തരുമോ, ഞാൻ കണ്ണും വായും ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാനത് തനുവിന് വിട്ടു കൊടുത്തിട്ടാണ്. അങ്ങനെ നമ്മുടെ എല്ലാ സ്മൈലിക്കും നമ്മൾ കണ്ണും വായും വരച്ചിട്ടുണ്ട്. ചിലതൊക്കെ ചിരിച്ച് നിൽക്കുന്നുണ്ട്, ചിലതൊക്കെ ഭയങ്കര സങ്കടത്തിലും വേറെ എന്തോ ദേഷ്യത്തിലാ പുച്ഛഭാവത്തിലൊക്കെ ചിലതിരിപ്പുണ്ട്. പിന്നെ ഈ സൈഡിലുള്ളത് നമുക്ക് ഒന്നും കൂടി ഉണ്ടൊരുട്ടി പരത്തി സ്മൈലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്മൈൽ കുട്ടന്മാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ സ്മൈലി കുട്ടന്മാരെ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്നങ്ങോട്ട് വേവട്ടെ. ഈ സമയത്ത് നമ്മുടെ തനു പിന്നെയും പോയി കളിക്കാനായിട്ട് ഇതേ അപ്പൂസും തനും വണ്ടി ഓടിച്ച് ഭയങ്കര കളിയിലാട്ടാ. ഇവർ കുറേ നേരമൊക്കെ ഇങ്ങനെ കളിക്കൂട്ടാ. ഇടയ്ക്ക് ഒരു നല്ലോളിയും ബഹളമൊക്കെ കേൾക്കാം. ഇപ്പോൾ ഇതേ ഒരുത്തൻ്റെ വണ്ടിയുടെ അടിയിൽ വേറൊരു കുഞ്ഞു വണ്ടി പെട്ടിട്ടുണ്ട്. ചേച്ചി അത് എടുത്തു കൊടുത്തു. രണ്ടാമതും ആൾ വണ്ടിയിൽ കയറാനായിട്ട് പോവാട്ടാ. അങ്ങനെ വണ്ടിയിൽ കയറി ഇരുന്ന് കുറച്ച് നേരം കളിച്ചപ്പോഴേക്കും വണ്ടിമേന്ന് ആൾ ഇതേ തലകുത്തി വീഴുന്നുണ്ട്. വീണപ്പോഴേക്കും ഇതേ ചേച്ചി പോയി എടുത്തുട്ടാ. ചേച്ചി പോയി എടുക്കണ വഴിയിൽ വീണ്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് ചേച്ചിയും അനിയനും കൂടി വീണൂട്ടാ. വീണ് ആകെ നല്ലൊരു ബഹളായിട്ടാ. ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചി? തലമുട്ടിയാ ചേച്ചിയുടെ തലമുട്ടിയാ? എന്ത് ചേച്ചി കേക്കണേ? മോൻ്റെ തലമുട്ടിയേ? ചേച്ചിക്ക് എന്തിനെ പറ്റി ചേച്ചി? കൈമീണാ വീണേ? അതെ. ചേച്ചിക്കൊന്ന് ഉഴിഞ്ഞോടുത്തേ പൂച്ചേ? മോൻ്റെ തലയിടിച്ചാ? ആ ശാലി ചേച്ചിക്കൊന്ന് ഉഴിഞ്ഞോടുത്തേ. ഒരു ഉമ്മത്തെ ചേച്ചിക്ക്. അപ്പൂന് ഉഴിഞ്ഞോടുക്കുനി. ചാരില്ലാട്ടാ, ചാരില്ലാട്ടാ. അപ്പോഴേക്കും നമ്മുടെ സ്മൈലി കുട്ടന്മാരുടെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അവിടെ കിടന്നത് നല്ലപോലെ ഒന്ന് വേവട്ടെ. നല്ല ഒരു മൊരിഞ്ഞ ആവണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മറച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മുടെ സ്മൈലി കുട്ടന്മാർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. തനു റെഡി. അങ്ങനെയുണ്ട്. അപ്പച്ചി നോക്കിയേ, പാപ്പച്ചി നോക്കിയേ, പാപ്പച്ചി നോക്കിയേ, പാപ്പ എടുത്തത് നോക്കിയേ. ചൂടുണ്ടാ? ഓ ചായ. അപ്പോൾ പൊട്ടറ്റോ സ്മൈൽ എന്തായാലും പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഞങ്ങൾ ഈവനിങ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.